ഹായ് 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 നല്ലതായിരുന്നു. ഞാൻ പടം 3 ദിവസം മുമ്പ് ക്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ജഡ്ജ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അതിൽ ചില തമാശകൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, വർക്കാവുന്ന. പക്ഷേ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷയെക്കാളും നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ അത് ഒരു വലിയ സന്തോഷം. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നന്നായി വന്നിട്ടുണ്ട്. സിനിമ ഒരുപാട് ലോങ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലോങ് ആയിരുന്നു. ഡയറക്ടർ അത് ഭംഗിയായി അത് ട്രിം ചെയ്ത് നല്ലൊരു വേർഷനാക്കി നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി ഇൻ ദ പ്രോഗ്രാം. നമുക്ക് അങ്ങനെ നോക്കി പറയല്ല. നമ്മൾ ഓരോ സീനും എൻ്റെ ഡയറക്ടർ പറയുന്ന പോലെ അഭിനയിക്കണമെന്നേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഇത് സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു പ്രൊഡ്യൂസർ കെ വി അബ്ദുൽ നാസർ സാർ, നമ്മുടെ ഡയറക്ടർ മനോഹരമായി എഴുതി വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റി. എനിക്ക് ഏറ്റവും നല്ല കോസ്റ്റാസിൻ്റെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റി. അത് വലിയൊരു സന്തോഷം. താങ്ക് യു. ഒരുപാട് ഫൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഡിഫറെന്റ് പെർഫോമൻസിന് ശേഷം എങ്ങനെ ஆக்சுவலி எனக்கு ரொம்ப சந்தோஷமாக இருக்குது தட் ரொம்ப வருஷம் கழிச்சு என்னோட மூவி பிக் ஸ்க்ரீனில் மலையாளம் சினிமா மலையாளம் மக்களுக்காக ரிலீஸ் ஆகிருக்கு. அண்ட் இதுக்கு பெரிய தேங்க்ஸ் டு பென்சி ப்ரொடக்ஷன், நம்ம சார் தான், நாசர் சார் தான். அண்ட் கண்டிப்பாக விஷுவல்ஸ் அண்ட் கேமரா ஒர்க் அண்ட் டைரெக்ஷன் ரொம்பவே நல்லாயிருக்கு. பிகாஸ் ஷூட்டிங் பண்ணும்போது நம்மளுக்கு கொஞ்சம் தான் தெரியும். ஸோ ஓவரால் ஸ்டோரி தெரியும். பட் ஃபுல் விஷுவல்ஸ் பார்க்கும்போது அவ்வளோ சாட்டிஸ்ஃபேக்ஷனாக இருக்குது, அவ்வளோ ஹாப்பியாக இருக்குது. டான்ஸ் இருக்கட்டும், ஸ்டன்ஸ் இருக்கட்டும், ரொம்ப நிறைய அடி வாங்கியிருக்கேன் ஸ்டன்ஸில். ஸோ ரொம்ப தூங்காமல் சாப்பிடாமல் கஷ்டப்பட்டுட்டு நாங்கள் பெர்ஃபார்மன்ஸ் பண்ணோம். பிகாஸ் அந்த லாஸ்ட் சீன் பார்த்துருப்பீங்க. ஸோ நீங்கள் தான் படம் பார்த்தீங்களா? ஸோ எவ்வளோ டைம் கழிச்சு ஒரு ஃபீமேலுக்கு அவ்வளோ ஸ்டன்ஸ் கொடுத்துருக்காங்க மலையாளம் சினிமாவில். ஸோ ஐ எம் வெரி ஹாப்பி, ரொம்ப சந்தோஷமாக இருக்குது. பிக் தேங்க்ஸ் டு மை என்டையர் காஸ்ட் அண்ட் க்ரூ அண்ட் டெஃபினெட்லி டு அவர் ப்ரொடக்ஷன். நீங்கள் எல்லோரும் படம் பாருங்கள், சப்போர்ட் பண்ணுங்கள். மொத்த காஸ்ட் நிறைய ஹார்ட் ஒர்க் போட்டிருக்காங்க. ஸோ ப்ளீஸ் டூ சப்போர்ட் அஸ். தேங்க்யூ. നല്ല മൂവിയാണ്. ഇപ്പോൾ ന്യൂ ജനറിന് പറ്റിയ പടം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം. നല്ല മേക്കിംഗ്, നല്ല ഫൈറ്റ്, നല്ല ഹ്യൂമറുണ്ട്, നല്ല കോൺസെപ്റ്റാണ്. നായിക പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ, അപ്പം നമ്മളല്ല പ്രേക്ഷകരല്ലേ പറയേണ്ടത്. നമ്മുടെ നായിക അല്ലല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത്. ഷൂട്ട് ചെയ്ത് പോയി പിന്നെ ഡബിങ്ങിൽ ചെറുതായി കണ്ടതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ അത് കണക്ട് ചെയ്തതെന്നൊക്കെ ഇപ്പോൾ സിനിമ കാണുമ്പോഴാണ് പ്രേക്ഷകരെ പോലെ എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ക്യാരക്ടർ തന്നതിൽ ഡയറക്ടറിനോടും ഞങ്ങളുടെ പ്രൊഡ്യൂസർ കെ വി അബ്ദുൽ നാസർ സാറിനോടും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരും ബാക്കിലിരുന്ന് ഇമോഷൻസ് വർക്ക് ആവുന്നുണ്ട്. നല്ല സീക്വൻസ് കുറേ കാര്യങ്ങളുണ്ട്, ഫൈറ്റും മ്യൂസിക് സോങ്സൊക്കെ ഉണ്ട്. എല്ലാം നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ സിനിമ ബെസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരാണ് ഇനി കാണേണ്ടത്. കാരണം വെച്ചാൽ ഞങ്ങളെല്ലാം ചെറുപ്പക്കാരൊക്കെ കൂടെ ചെയ്യുന്ന ഒരുപാട് അഷ്കർക്കയും ഷഹീൻ ചേട്ടനും അതുപോലെ സാക്ഷിയും അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രേക്ഷകർ ഈ സിനിമ കണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. കുറേ അടിപൊളി സോങ്സ് ഉണ്ടായിരുന്നു. എൻ്റെ സീൻസ് നിങ്ങളാരെല്ലാം കണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ നിങ്ങളെല്ലാം അഭിപ്രായം പറയണേ. രസമുണ്ട്, സ്റ്റണ്ട് ഉണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, അതുപോലെ റൊമാൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കോമഡി ഉണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കാണാവുന്നില്ല. അപ്പം ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ പടം തിരുത്തിക്കൊണ്ടുള്ളതാണ്. കാരണം വെച്ചാൽ നല്ല പ്രണയമുണ്ട്, പറ്റിപ്പുണ്ട്, തേപ്പും ഉണ്ടെന്ന് കാണിക്കുന്ന നല്ല സിനിമ. മോശം വാക്കുകളാണെന്ന് ഇപ്പോൾ പറയുന്നത് ഈ സിനിമ കാണുമ്പോൾ മാറിക്കോളും അല്ലേ? പിന്നെ ഒരുപാട് പേർക്ക് പിന്നെ ബെസ്റ്റ് ഇപ്പൊ ഇയാൾ ഒരുപാട് പേരുടെ ബെസ്റ്റിയാണ്. ഇയാൾക്ക് ഒരുപാട് ബെസ്റ്റീസ് അത് മോശമായിട്ടല്ല പറയുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ചിത്രം കാണുക എന്നേ പറയാറുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളല്ലല്ലോ പറയുക, പ്രേക്ഷകരല്ലേ ഇനി പറയാനുള്ളത്. എല്ലാവരും കാണട്ടെ, ചിത്രം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാന്നുള്ളൂ. വളരെ സന്തോഷം.